അങ്ങനെ നമ്മൾ മറ്റൊരു ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മളെ വിജയേട്ടനും സംഘവും സെറ്റല്ലേ? സെറ്റ്. അപ്പോൾ നമ്മളിനി നേരെ ഇവിടുന്ന് ഡൽഹി പോവാണ്. ഞാൻ വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ ചെക്കിങ് ആണ്. ID കാർഡ് കയ്യിൽ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി. നമ്മൾ അറിയാതെ പോകുന്ന സാധനമാണ്. നമ്മൾ ആനുകൂല്യമാണ് ഇവിടെയുള്ള എയർപോർട്ട് ലോഞ്ച്. അതിനെക്കുറിച്ച് പറയാം. എയർപോർട്ടിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പ്ലാറ്റിനം കാർഡുകൾ, അത് ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ ഡെബിറ്റ് കാർഡ് ആയിക്കോട്ടെ, പ്ലാറ്റിനം കാർഡുകൾ, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ കാർഡുകളുണ്ട്. ആ കാർഡുകളുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ലോഞ്ചുകളുണ്ടാവും. പക്ക നല്ല പോർഷെ ഫുഡ്, അക്കോമഡേഷൻ സംഭവങ്ങൾ നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യാം. അതായത് 3 മണിക്കൂർ നമുക്ക് അടിപൊളിയായിട്ട് അവിടെ ക്ലാസ് സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങോട്ട് പോവുകയാണ്. നമ്മളെ കാർഡുണ്ട്, ക്രെഡിറ്റ് കാർഡുകളുണ്ട്, ഏതൊക്കെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ ക്രെഡിറ്റ് കാർഡുമേ നമ്മൾ കയറി. അപ്പോൾ ശ്രീനഗരത്തിൽ വലിയ മെച്ചമല്ല, ചെറിയൊരു സംഭവമുള്ളൂ. ഇവിടെ നമുക്ക് കോഫി, അതുപോലെ തന്നെ അതേപോലെ നട്ട്സ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെ ഫുള്ള് ഫ്രീ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള ഫെസിലിറ്റികളൊക്കെ നമുക്ക് വെറുതെ അല്ല, നമുക്ക് ഫ്രീ ആയിട്ട്, അതായത് നമ്മൾ പൈസ കൊടുത്താണ്ടുള്ള പരിപാടിയല്ല. നമ്മളെ അക്കൗണ്ട് ട്രാൻസാക്ഷന്, അതുപോലെ നമ്മളെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കി. നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ക്രെഡിറ്റ് കാർഡിനും വർക്ക് ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് ഏത് എയർപോർട്ടിൽ പോകണം, നമ്മുടെ ഇത്തരത്തിലുള്ള കാർഡുകൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഫുഡ് സംഭവങ്ങളൊക്കെ കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ശ്രീനഗരത്തെ ലോഞ്ചാണ്. ഓക്കെ, വലിയൊരു ഇതില്ല. ഇവിടെ ഇതേപോലത്തെ കൗണ്ടർ ഉണ്ടാവും. ആ കൗണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇത് കാണിച്ചു കൊടുക്കുക, ATM കാർഡ്. നമുക്ക് അടിപൊളിയിട്ട് ഫുഡ്, നമ്മളെടുത്ത ഫുഡുകളുണ്ടൊക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പറ്റും. നമ്മൾ ട്രൈ ചെയ്യാം. ഓക്കെ, കാരണം നമ്മളെ കുറേ ആളുകൾക്ക് ഇങ്ങനത്തെ കാർഡൊക്കെ ഉണ്ടാകും, പക്ഷേ അത് യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അത് നോക്കുക. ഓക്കെ, നമ്മൾ ടിക്കറ്റ് കാര്യം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ എയർപോർട്ടിനുള്ളിൽ കയറി. പക്ഷേ ഇനി കാര്യങ്ങളൊന്നും അറിയില്ല, അതായത് ടിക്കറ്റ് എവിടെയാണ് എങ്ങനെയാണ് പരിപാടിയൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യാം, യൂണിഫോം ഇതേപോലെ കൗണ്ടർ സ്റ്റാഫുകൾ ഉണ്ടാവും. കൗണ്ടർ സ്റ്റാഫോട് പോയിട്ട് നമ്മൾ ഈ ടിക്കറ്റിൻ്റെ ഏത് ഫ്ലൈറ്റാണെന്നുള്ളത് ഈ തിലക്കുണ്ടാവും. ഐ മീൻ ഇൻഡിഗോന്നോ എയർ ഇന്ത്യന്നോ സ്പൈസ് ജെറ്റോ ഇത്തിഹാദോ അങ്ങനെ ഉണ്ടാവും. അതിലെന്ത് ചെയ്യുക, അത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൗണ്ടറിൽ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആരോടെങ്കിലും ചോദിക്കുക, അതായത് ഒഫീഷ്യൽസിനോട് ഇടാം. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ കൗണ്ടറിൽ പോവാം, ചോദിക്കാം. ഒരു പേടിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ അപ്പം ചോദിക്കുക. അല്ല ആൾക്കാരോട് അവിടെ അല്ലേ നമ്മളെ കൂടെ വന്ന പാസഞ്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചിലപ്പോൾ ഫ്ലൈറ്റ് പോയിട്ട് കാര്യം നമ്മളറിയാം. ഓക്കെ, ചില ഫ്ലൈറ്റൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നാട്ടിലെ ബസ് ഉണ്ടല്ലോ, ലൈൻ ബസ്സൊക്കെ അതിലേറെ ക്വാളിറ്റിയിൽ ആളുകളെ സർവീസ് ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ ചില ഫ്ലൈറ്റ് ഇപ്പോൾ നമ്മൾ കുറേ സമയം ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് കൂടെ ബുക്ക് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു മനുഷ്യടെ വന്നില്ല. 2:20 ഫ്ലൈറ്റ്, 2:20 ഇതുവരെ ഒരു മനുഷ്യൻ വന്നിട്ടില്ല. കുറേ ആളുകൾ, നമ്മളെപ്പോലത്തെ കുറേ ആളുകളോട് വെയിറ്റ് ചെയ്തിട്ടാണ്. ഇതാണ് അവസ്ഥകൾ. അങ്ങനെ ഏകദേശം 2 മണിക്കൂറിൻ്റെ വെയിറ്റിങ്ങിനൊടുവിൽ നമ്മൾ നേരെ ശ്രീനഗർ എയർപോർട്ടിലെത്തി. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെ ബോർഡിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നു. സംഭവം വിമാന കമ്പനികളാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര വലുതാണ്. ഭയങ്കര ഒരു മോശം സാധനമാണ്. കാരണം അത്ര നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. നമ്മളെപ്പോലെ കുറേ പാസഞ്ചേഴ്സ് ഉണ്ട്. ഒരുപാട് ആളുകളുടെ സമയമാണ് ഇതിൽ കവരുന്നത്. പൈസ ഓൾറെഡി നമ്മൾ ഭീമമായിട്ടുള്ള സംഖ്യ കൊടുത്തിട്ട് ടിക്കറ്റുകൾ എടുക്കുന്നുണ്ട്. 18,200 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ശ്രീനഗറിൽ നിന്നിട്ട് പോകുന്നത്. കാരണം അർജൻറ്റായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്ന സമയത്ത്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ഡിലേ ആവുകയാണ്. ഡിലേ ആകുമ്പോൾ പ്രോപ്പർ ഒരു അനൗൺസ്മെൻ്റ് ആവും, അല്ലെങ്കിൽ ഗേറ്റ് ചെയ്യുമ്പോഴൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. അത്യാവശ്യം നല്ല ഡീലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഉണ്ടല്ലോ ഡിലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ KSRTC ഉണ്ടല്ലോ, ഡിലേ മാത്രമല്ല ഭയങ്കര, അത് പൈസ കൊടുക്കണമല്ലോ. നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ സർവീസ് കിട്ടണം. ഇവരെന്താ വെച്ചാൽ ആ രീതിയിലാണ് പോലെ ഡീലിങ്. അപ്പോൾ നമ്മളിനി നേരെ ഇവിടുന്ന് ഡൽഹി പോകും. ഡൽഹിയിൽ നിന്ന് നമ്മളെ പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ഓക്കെ, ഭാഗ്യമാണെന്ന് അറിയില്ല, നമ്മൾ എപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഫ്ലൈറ്റിൽ എപ്പോഴൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളൂ അതിൽ 90% സമയം എനിക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ടോ. സത്യത്തിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ അവിടെ ഉറങ്ങും.
फीते को खींचे और पेटी खोलने के लिए ഉറങ്ങാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉറങ്ങും. ഒരു മനുഷ്യന്മാരില്ല. പിന്നെ ഈ ഒരു ഫ്ലൈറ്റ് അത്യാവശ്യം നല്ല സാധാരണ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കാലൊക്കെ ഇങ്ങനെ മുട്ടിട്ട് അങ്ങനെ ഇരിക്കില്ല. നമ്മൾ കുറച്ചൊരു ഹൈറ്റ് ഒരു കൈയും കാലും കുറച്ച് നീളം ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ കറക്റ്റ് നമുക്ക് അടിപൊളിയായിട്ട് കംഫർട്ടാണ്. ഡിലേ കുറച്ച് ആയി ഫ്ലൈറ്റ് തന്നെയാണ്. കാരണം നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ആദ്യം ഡൽഹി പോയി ഡൽഹിയിൽ നിന്ന് ഗോവയിൽ നിന്ന് പിന്നെ നമുക്ക് പോകണ്ട ലക്ഷദ്വീപിലാണ് നമ്മൾ പോകണത്. അപ്പോൾ ടൈംലൈനൊക്കെ കണ്ടേക്കുമല്ലോ. ഞാൻ പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞു ലക്ഷദ്വീപ് हो सकती है। आपके लिए ब्रेल में एक सुरक्षा सूचना कार्ड और संचार गाइड उपलब्ध है। आपातकालीन स्थिति में इस विमान में स्लाइड या स्लाइड ड्राफ्ट लगे हुए हैं। हमारे सुरक्षा निर्देश पत्र में इनका स्थान ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ ഉണ്ടത് കിട്ടില്ല വ്യൂ. വന്നിട്ട് ഹൈവേകളാണ് ഈ കാണുന്നത്. ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ ഇടുന്നത് ചൈനക്ക് ഏറ്റവും ബെറ്റർ വരാം. അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ഉണ്ടാവും. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അടുത്ത ഫ്ലൈറ്റ് ഉണ്ട്, അതിന് വേണ്ടി പോവാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഇറങ്ങുന്നതും അസ്തമിക്കുന്നതുമായ സ്ഥലങ്ങളാണ് നമ്മുടെ ഈ കാണുന്ന ഓരോ എയർപോർട്ടുകളും അല്ലേ. നമ്മളിവിടെ ബസ് ഇറങ്ങി, അതായത് എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള ഷട്ടിൽ സർവീസ്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ടെർമിനൽ 1 പോകേണ്ടത്. ഡൽഹി എയർപോർട്ടിൽ 3-4 ടെർമിനൽസ് ഉണ്ട്. അപ്പോൾ നേരെ ഇനി നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് അടിച്ചിട്ട് ടെർമിനൽ 1 പോകണം. അപ്പോൾ എന്ത് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെയുള്ള അധികാരികളോട് നമ്മൾ ചോദിക്കണം. എന്നെങ്കിൽ നമ്മളെ കാര്യങ്ങൾ നടക്കില്ല, അല്ലെന്നുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടും. ഓക്കെ, അപ്പോൾ ലഗേജ് കാര്യങ്ങളോടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ലഗേജ് നേരെ ഗോവയിൽ നിന്ന് കണക്ട് ചെയ്താൽ മതി. ഗോവയ്ക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റാണ്. അപ്പോൾ ഗോവയിൽ നിന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, നേരെ നമ്മൾ അത് പോകും. ഇനി ഇവിടുന്ന് എക്സിറ്റ് അടിച്ചിട്ട് നേരെ ടെർമിനൽ 1 പോകണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, അതായത് കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെ ഒറ്റയ്ക്കാണെങ്കിലും ആദ്യമായിട്ട് ഫ്ലൈറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ, ആദ്യത്തെ ഫ്ലൈ ആണെങ്കിൽ ഭയങ്കര ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെയുള്ള കൗണ്ടർ സ്റ്റാഫിനോട് ചോദിച്ചു നോക്കുക, വ്യക്തമായിട്ട് ചോദിക്കുക. ഇനി അത് അറിയില്ലെങ്കിൽ അവരോട് എന്ത് ചെയ്യുക, അവരെ വരാൻ തന്നെ കൂടെ പറഞ്ഞിട്ട് തന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരെ ഇങ്ങനെ പുറത്ത് ഇറങ്ങാണ്. ഓക്കെ, പുറത്ത് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് T1 ട്രാൻസ്ഫേർസ് അവിടെ കാണിക്കുന്നുണ്ട് ടെർമിനൽ 1
ഇനി എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി ചോദിക്കും. കാരണം നമ്മൾ അറിയണ പോലെ നിന്നിട്ട് കാര്യമില്ല, അറിയാത്ത കാര്യങ്ങൾ ചോദിക്കണം, അപ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ആണോ എനിക്ക് മനസ്സിലായില്ല. ഞാൻ അതിലിങ്ങനെ ഇറങ്ങി നേരെ അങ്ങോട്ടാണ് പോയത്. പക്ഷെ അങ്ങോട്ടല്ല പോകേണ്ടത്, ഇങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെ ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങും, ആകെ ബുദ്ധിമുട്ടും. അപ്പോൾ ചോദിച്ചെന്നെ മനസ്സിലാക്കണം. ഒന്നിലേക്കുള്ള ബസ് ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേറെ പാസഞ്ചേഴ്സൊന്നും എത്തിയിട്ടില്ല. പിന്നെ അവിടെ നമ്മുടെ കേരളൻ്റെ ഒരു ബസ് ഇത് വന്നിട്ടുണ്ട്. നമ്മളെ ആരിഫ് ഖാൻ, ഗവർണർ ആരിഫ് ഖാൻ വരുന്നത്. ആരിഫ് ഖാൻ തന്നെയല്ലേ? ആരിഫ് ഖാൻ വരുന്നുണ്ട്, ആരിഫ് അലി ഖാനോ. അതാണ് ഇവിടെ സംഭവങ്ങൾ കൂടിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഈ വണ്ടി കയറി പോകും. ഈ സമയത്ത് എനിക്ക് സത്യത്തിൽ അറിയില്ല, ചെറിയൊരു അറിയുണ്ട്. കാരണം നമ്മളതൊരു മുറി അറിവും വെച്ചിട്ട് പോവുകയാണെങ്കിൽ, അതായത് വ്യക്തമായിട്ട് ഇതിനെ കുറിച്ച് ധാരണ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സമയവും പോകും, പൈസയും പോകും. ഓക്കെ. പിന്നെ ലഗേജ് നമ്മൾ ഭൂരിഭാഗം കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് പോവുകയാണെങ്കിൽ അതിപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് സൗദിക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ ഖത്തറിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ഖത്തറിലല്ല ലഗേജ് കിട്ടുക, അത് സൗദിയിൽ നിന്നാണ് കിട്ടുക ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ ഡൽഹിയിൽ വരികയാണെങ്കിൽ ഞാൻ ഗോവയിലേക്ക് പോണ്, ശ്രീനഗറിൽ നിന്നാണ് ഫ്ലൈറ്റ് കയറിയത്. അപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ഇറങ്ങി കണക്ഷനാണ്. ഇനി ടെർമിനൽ മാറിപ്പോകണം. ഡൽഹിനെ സംബന്ധിച്ചോളം 3 എയർപോർട്ടുകളുണ്ട്. ടെർമിനൽ 1, 2, 3 മൂന്ന് ടെർമിനലുകളുള്ളത്. ഓക്കെ. പിന്നെ മെയിനായിട്ടുള്ളത് പിന്നെ എയർപോർട്ടുണ്ട്, ഡിഫൻസ് എയർപോർട്ടും അതേപോലെ നമ്മളെ വേറെ എന്തോ ഒരു എയർപോർട്ട് കൂടി ഉണ്ട്. നമ്മൾ പത്രങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം, എന്തൊക്കെയുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് തന്നെ മനസ്സിലാവണം. നമ്മൾ അറിയുന്നില്ല ധാരണയിൽ ആരോടും ചോദിക്കാതെ നമ്മളെ ഒപ്പം വരുന്ന ചില ആളുകളുണ്ട്, എല്ലാം അറിയുന്നില്ല ധാരണയാണ് പോകും. ലാസ്റ്റ് വണ്ടി പോയ എണ്ണാൻ്റെ മരവും. ഓക്കെ. ആരിഫ് ഖാനാണ് ഞാൻ കണ്ടോ, ആരിഫ് ഖാനാണ് കയറിയത് ഇപ്പോൾ വണ്ടിയിൽ. ആരിഫ് ഖാൻ കയറി, ഞാൻ കണ്ടു മൂപ്പരപ്പോഴത്തെ വണ്ടിയിൽ കയറി. ഞാൻ വണ്ടിയിൽ ഇങ്ങനെ പോകണം, അതിൻ്റെ ഉള്ളിലുണ്ട് കന്മാന്മാരാക്കണേ. അതുവരെ അയാൾ മെല്ലെ മെല്ലെ വന്നു. ഇനി റോട്ടുകളെ കണ്ട് ചീറിപ്പായും. ഇതൊക്കെയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇത്. ഏതെങ്കിലും രാജ്യത്ത് കണ്ടിരിക്കണം നിങ്ങളിങ്ങനെ ഒരാവശ്യമില്ല, ഒരാവശ്യമില്ല, വെറുതെ കണ്ട് സ്പീഡിലാണ് പോകും. കുറേ ഈ സ്പീഡ് പോകുന്നതിനിടയിൽ കുറേ വണ്ടികൾ ബ്ലോക്കാക്കുക. അതിൻ്റെ ഇടയിൽ ആംബുലൻസിലൊക്കെ കിടക്കുന്ന ഒരുപാട് രോഗികൾ. റെയിൽവേ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എന്തിനാണ് ഇത്? എന്ത് ആണ് ഇതിൻ്റെ മീനിങ്? ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഒക്കെ മറികടന്നിട്ടാണ് ഇവരെ വാഹന വ്യൂഹങ്ങൾ പോവുക. അത് സെഡ് പ്രൊട്ടക്ഷൻ, എക്സ് പ്രൊട്ടക്ഷനിലൊക്കെ. സത്യം പറയാലോ, very obnoxious. This is the very obnoxious situation that we are ever facing in every day of our life. बचपन से ये से वाला हम देख लो. സത്യത്തിൽ കുറച്ച് വിശപ്പുണ്ട്, ചെറിയ തലവേദനയുണ്ട്. പിന്നെ അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ റിയാലിറ്റിയാണ് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ടെർമിനൽ 1 പോയിട്ട് ബാക്കി അവിടുത്തെ കാര്യങ്ങൾ കാണാം. പറ്റുകയാണെങ്കിൽ അവിടുത്തെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലോഞ്ച് യൂസ് ചെയ്യും. ഓക്കെ. ഡൽഹിനെ സംബന്ധിച്ചിടത്തോളം എയർപോർട്ട് എല്ലാ സ്ഥലങ്ങളും എന്താണ്, എയർപോർട്ടിൻ്റെ സ്ഥലം ഭയങ്കര വൃത്തിയും വെളുപ്പായിരിക്കും. അല്ലാത്ത സ്ഥലങ്ങളൊക്കെ വല്ല പറമ്പ് പോലെയാണ് നല്ല അതിൻ്റെ അപ്പുറമാണ്. കഷ്ടമാണ്. എന്താ പറയുക. ടെർമിനൽ 2 ടെർമിനൽ ഡൽഹിയിൽ കൊണ്ട് ശ്രദ്ധിക്കുക. ഡൽഹിയിൽ 1, 2, 3 ടെർമിനൽ 1, 2, 3 സെപ്പറേറ്റ് ആണ്, ദൂരത്താണ്. അപ്പോൾ ഡൽഹിയിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഫ്ലൈറ്റൊക്കെ ഇതാണെങ്കിൽ നേരത്തെ തന്നെ വരാം. 2-3 മണിക്കൂറൊക്കെ മുന്നേ തന്നെ എത്തുക. കാരണം ഡൽഹിയിലെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ബ്ലോക്കാണ്. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ കയറാൻ വേണ്ടിക്കും. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറി. ഞാനിങ്ങനെ ബാഗ് ഇടില്ല കേട്ടോ. അതിങ്ങനെ ബാഗ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻ്റാണ്. അതായത് നമ്മളെ ബാഗിൽ ആരെങ്കിലും എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മളെ ബാഗിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിസ്സായി കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ ലോങ് ഡ്യൂറേഷൻ ജേണിയൊക്കെ പോകുന്ന സമയത്ത് ആരെങ്കിലും ഇതുപോലെ കഞ്ചാവോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ എയർപോർട്ടിൻ്റെ ഭാഗത്ത് കയറി. ഇനി ഇവിടുന്ന് നേരെ, അതായത് ഓൾറെഡി ബോർഡിംഗ് പാസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ഇനി നേരെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറാം കേട്ടോ. ഇപ്പോൾ ഡൽഹി എയർപോർട്ട് ടെർമിനൽ 2 നമ്മൾ ഇതിനുള്ളിൽ കയറുമ്പോൾ കുറേ നൂലാമാലകളുണ്ട്, മനസ്സിലായില്ലേ? ആണോ? ഫുള്ള് ഇതേപോലെ നമ്മൾ ബാഗിൻ്റെ ഉള്ളിലുള്ള സകല സാധനങ്ങളും സെപ്പറേറ്റ് ആയിരിക്കും. അങ്ങനെ ഓപ്പണായി.
ഇനി നമ്മളെ ഹാൻഡ് ബാഗിലുള്ള ഓരോ സാധനങ്ങൾ ഇതേപോലെ ഒരു ബോക്സ് എടുക്കുക, അതിലേക്ക് ഫുള്ള് ഇതാവുക. കയ്യിലൊന്നും വേണ്ട, നമ്മുടെ ഫോൺ പേഴ്സ് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക ബാഗിലാക്കിയിട്ട് അതായത് നമ്മളെ ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ, ഹാൻഡ് ബാഗിലുള്ള സകല സാധനങ്ങളും ഇതേപോലെ ഇവിടെ ഒരു ഡബ്ബ എടുക്കുക, ഫുള്ള് അതിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക അവിടെയുള്ള ഇതിൽ കൊടുക്കുക. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള വാച്ച്, എൻ്റെ കയ്യിലുള്ള ഈ കട, നമ്മുടെ ഫോണ്, സകല സാധനങ്ങളും എന്ത് ചെയ്യുക ഇതിലിടുക. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാഗിൽ എന്ത് ചെയ്യുക ഈ ഫോണൊക്കെ അതിൽ ഇട്ട് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ എയർപോർട്ടിൽ കുറേ സാധനങ്ങൾ കളവ് പോലുള്ള സാധനങ്ങളല്ലോ ഇങ്ങനെ മിസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അത് ഭയങ്കര ഒരു ഇനബിലിറ്റിയാണ് എയർപോർട്ടുകാരുടെ. അത് ആർക്കാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ചെക്കിങ് കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങനെ വരും. അതിനെടുത്ത് കഴിഞ്ഞാൽ CCTV ഉണ്ടാവും, പക്ഷേ ആർക്കാ നേരത്തെ CCTV ഒക്കെ ചെക്ക് ചെയ്യാൻ ടൈം ഉണ്ടാവുക. നമ്മളെ കയ്യിൽ കുറച്ചൊക്കെ സാധനങ്ങളുണ്ട്, എന്ത് ചെയ്യും അതങ്ങോട്ട് മിസ്സാവും. അപ്പോൾ അതൊക്കെ ഇതിലാണ് ഇട്ട് വെക്കുക. ഓക്കെ, പിന്നെ ഒരാൾക്കും സംശയമില്ലാത്ത രൂപത്തിലുള്ള യാത്രകൾ ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ പിന്നെയും അങ്ങ് ചെക്ക് ചെയ്ത് കൊടുക്കും. ബോർഡിംഗ് പാസ് നമ്മളെ കയ്യിലുണ്ട്, ബോർഡിംഗ് പാസ് ഇവിടെ ഉണ്ട്. നമ്മൾ നേരെ ഗോവയിലേക്കാണ് ഇവിടുന്ന് പറക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മളെ സകല സാധനങ്ങളും ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ച് നമ്മൾ 2 വാച്ച്, 2 ഫോണ്, പേഴ്സ് സംഭവങ്ങളൊക്കെ വെച്ചു. നമ്മൾ നേരെ ഇത് അവിടെ കൊണ്ടുപോയി പോകും. ഇതിൻ്റെ സ്കാനർ ഉണ്ടാവും, സ്കാനറിൽ കൊണ്ടുപോയി വെക്കും. ഓക്കെ, അതുപോലെ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വെച്ചു. ഇതേപോലെ ഇങ്ങനെ ചെക്കിങ് കൗണ്ടറിൽ ഇങ്ങനെ വെക്കണം. അപ്പോൾ നമ്മുടെ ചെക്കിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ നമ്മുടെ ടിക്കറ്റ് ഇനി ഒന്നുകൂടി ചോദിക്കട്ടോ, ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുക, നേരെ ഡിപ്പാർച്ചർ ഗേറ്റ്സ് 31 to 45 അങ്ങനെ കാണാൻ പറ്റും. അതായത് നമ്മൾ ടിക്കറ്റിൽ കണ്ടോ ഈ ഗേറ്റ് ഈ ഗേറ്റ് കണ്ടോ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഗേറ്റ് ഇവിടെ വന്നാലേ അനൗൺസ് ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഇതേപോലെ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ഇതുണ്ടാവും, എന്താ പറയുക, ഡിസ്പ്ലേ ബോർഡ് ഉണ്ടാവും. ആ ഡിസ്പ്ലേ ബോർഡിൽ കാണാൻ പറ്റും നമ്മൾ ഈ ഫ്ലൈറ്റിൻ്റെ നമ്പർ വരുന്ന സാധനം ഇതാണ് ഉണ്ടോ. ഈ ഫ്ലൈറ്റിൻ്റെ നമ്പർ അവിടെ നോക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഗേറ്റ് കാണും. പിന്നെ ഈ സോണ് അതൊക്കെ അനൗൺസ് ചെയ്യും അവിടെ. പിന്നെ സീറ്റ് 11A. അത് 11A പറഞ്ഞാൽ വിൻഡോ സീറ്റാണ് കേട്ടോ. Aയും Fഉം വിൻഡോ സീറ്റായിരിക്കും ഫ്ലൈറ്റിൽ. ഓക്കെ, നമ്മൾ നേരെ ഇവിടുന്ന് പോവും. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായാലും ലൈഫിൽ ഒരു പ്രാവശ്യം ആദ്യം ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ഡൊമസ്റ്റിക് പോകണം. കാരണം എന്ന് വെച്ചാൽ കുറച്ച് നൂലാമാലകളുണ്ട്. നമ്മൾ കയറി ഇതായിട്ട് ടൈം പരിചയമുള്ളൂ, എന്നാൽ തന്നെ പരിചയക്കുറവുണ്ടാവും. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. പക്ഷേ പരിചയമായി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. എല്ലാ കാര്യം അങ്ങനെ തന്നെയാണല്ലോ. നേരെ എന്ത് ചെയ്യും, ഓൾ ഗേറ്റ്സ് കാണിക്കുന്നതാണ്. എല്ലാ ഗേറ്റിലേക്കും ഇടത്തെ ഭാഗത്തേക്ക് പോകാമെന്നുള്ള എഴുതി സൂചന ബോർഡ് അവിടെ ഉണ്ട്. നേരെ നടന്ന് പോകും. ഞാൻ എപ്പോഴും സൂചിപ്പിക്കുകയാണ്, എന്ത് ഡൗട്ട് വന്നാൽ ഞാൻ ചോദിക്കുക. അതിനൊരു മടിയും, കാരണം നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഇപ്പോൾ നമ്മളെ കുറേ ആളുകൾ കളിയാക്കാറുണ്ട്, എങ്ങനെയോ ഇങ്ങനെ എല്ലാവരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ പോയിക്കോറുണ്ട്. സംഭവം നമ്മൾ ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലോ, അതുകൊണ്ട് നമ്മൾ ചോദിച്ച് എല്ലാം അറിയുന്നില്ല ധാരണയിൽ പോയ കുറേ സുഹൃത്തുക്കൾ ഇന്നൊരു പണിയില്ലാതെ അതിൽ നടക്കണേ. നമ്മൾ 2 PG എടുത്തു പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. ഇത് അഹങ്കാരമല്ല കേട്ടോ, ഇത് അഭിമാനമാണ്. പിന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ട്രാവൽ പോകണമെന്നും വ്ളോഗൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇതൊക്കെ നമ്മുടെ സെക്കൻഡറിയാണ്. നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് വലിയൊരു ലക്ഷ്യമാണ്. അതിലേക്ക് എത്താനുള്ള ഓടിപ്പാച്ചിലുകളിലാണ് ഇൻഷാല്ലാഹ് സിനിമയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇത് സബ്ബായിട്ട് സംഭവിച്ചു പോകാൻ ട്രാവൽ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ ചെറിയൊരു വിഷമമുണ്ട് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യും, ഓള് എക്സിറ്റ് എൻട്രി ഗേറ്റ് എത്തി. കാണിച്ചു ഗേറ്റ് എത്തി. ഇവിടെ ഇതുണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്, ചോദിക്കുക. പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും നമുക്കുള്ള ആനുകൂല്യമാണ് എന്ത്, നമ്മുടെ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ചിലത് അക്സെപ്റ്റ് ചെയ്യില്ല. അത് എന്താ ചെയ്യുക, ലോഞ്ച് യൂസ് ചെയ്യുക. ഫുഡ് കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് അതിൻ്റെ ഉള്ളിൽ. ഇനി ഇവിടുത്തെ ഉള്ളത്തെ ലോഞ്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബാംഗ്ലൂരൊക്കെ ലോഞ്ചാണെങ്കിൽ വേറെ ലെവൽ ലോഞ്ചാണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യും, അതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഓക്കെ, കൂടുതൽ കാഴ്ചകളാണ്. എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ പോവാം. ഇതേപോലെ കൗണ്ടറിന് മുന്നിലെത്തും. കണ്ടോ, നമ്മളെ ഫ്ലൈറ്റ് 7:25 കണ്ടോ, അവിടെ കണ്ടോ 6E6603 കണ്ടോ. ലോട്ടറി നോക്കണം ഗോവയിലേക്ക് കണ്ടോ. നമ്മൾ ടിക്കറ്റ് നമ്പർ ഉണ്ടോ അവിടെ 6E6603. അതിവിടെ വന്നു കണ്ടോ. അതിപ്പോൾ പോയി. ഞാൻ നിങ്ങൾ കാണിച്ചപ്പോൾ ഞാൻ അതോടെ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിൽ നോക്കിയാൽ കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ അത് വീണ്ടും വരുന്നുണ്ടോ 6E6603. ആ ഗേറ്റ്
32ാമത്തെ ഉണ്ടാവും. ഈ ഗോവ ഉണ്ടാവും 32ാമത്തെ ഗേറ്റിൻ്റെ താഴെ ആണോ 6E 7:25 ആണോ. ഇപ്പോൾ ഈ സീറ്റിന് ബോർഡിംഗ് സോണ് കിട്ടി നമുക്ക്. 6 സീറ്റ് നമ്പർ കിട്ടി. ബോർഡിംഗ് ടൈം 6:40 കയറണം. ഗേറ്റ് നമ്പർ 32 എനിക്ക് എത്തണം ആണോ. അവിടെ നമ്മൾ നേരത്തെ കണ്ടു ആണോ 32. ഹിന്ദിയിലാണ് എഴുതിയത്. 6E 7:25 7:35 പോയാൽ 9:30 ഗോവയിലെത്തും. ഓക്കെ സോറി 9:25 പോയി കഴിഞ്ഞാൽ എന്തോ ടൈമും സെറ്റായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ കിട്ടി മനസ്സിലായോ. ടിക്കറ്റിലുണ്ടാവും. പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്യും, ഇവിടുന്ന് കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. നമ്മൾ പോയി ചെക്ക് ഇൻ ചെയ്ത് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. 32ാമത്തെ ഗേറ്റിൻ്റെ മുന്നിൽ പോയിട്ട് ഇരിക്കണം. ഇവിടെ ബോർഡാണ് 31 മുതൽ 45 വരെ മുന്നിലേക്ക് നടക്കണം. ഓക്കെ എലിവേറ്ററൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ നേരെ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് നടക്കാനുണ്ടാവും. എങ്ങനെ ആയിക്കഴിഞ്ഞാലും എയർപോർട്ട് എന്നുള്ളൊരു വേറെ ലോകം തന്നെയാണ്. ഓക്കെ അപ്പോൾ ഇനി നേരെ ആണോ ബോർഡുണ്ടോ എല്ലാ ഗേറ്റിലേക്കും താഴേക്ക് നടക്കണം എന്നുള്ളത്. നമ്മളിവിടെ ഇങ്ങനെ നടക്കാടോ നടക്കാൻ എലിവേറ്ററിൽ ഇങ്ങനെ പോവാണ്. ഓക്കെ പറയുമ്പോൾ ബോറുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടോ. നിങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്ളോഗ് എന്നുള്ളത്. നമ്മളിങ്ങനെ എമേർജിങ് ആണ്. ഓക്കെ അപ്പോൾ നമ്മളെ കുറേ പൊട്ടത്തരങ്ങളുണ്ടാവും. ഞാനായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വേറെ മായം കലർത്തലുകളില്ല. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ട് കാര്യങ്ങൾ പറയും ഇങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. വോയിച്ചർ ഗ്രാമം ഇൻഷാല്ലാ. ഓക്കെ അപ്പോൾ നമ്മൾ നേരെ പോവാണ്. 31 to 35 നമുക്ക് 32ക്കാണ് പോകേണ്ടത്. 48 ഇപ്പോഴത്തെ സൈഡ് എടുക്കും. ഈ ആരോ മാർക്കൊക്കെ നോക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന മാതിരിയാണ് എല്ലാം നോക്കണം. അപ്പോൾ നമ്മൾ നേരെ 32ാമത്തെ ആണോ ഇവിടെ കാണുന്നുണ്ട്. 34 35 ഉണ്ടോ 32 നമ്മളെ ഗേറ്റ് കണ്ടു കേട്ടോ. ഈ 32ൻ്റെ മുന്നിൽ കൂടെ ഞാൻ ഒരിട്ടം പോയിക്കണ്. അതായത് നമ്മൾ ഇവിടുന്ന് ഒരിട്ടം നാട്ടിലേക്ക് പോയത് ഈ 32 തന്നെയാണ്. ഓക്കെ ഒരുപാട് പാസഞ്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ ഇവിടെ ചുവപ്പ് സുന്ദരികളെ കണ്ടെങ്കിൽ എയർ ഹോസ്റ്റസ്മാർ നോക്കണ്ട റാം. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യാം, ഞാൻ റാം പറഞ്ഞതുപോലെ സൂം ചെയ്യണ്ടാന്ന് കേട്ടോ. ഞാൻ ചെയ്യണില്ല. നമ്മളിവിടെ എത്തി 32ന് മുന്നിലെത്തി. ഇനി ഇവിടെ എത്തിയതിന് ശേഷം ചോദിക്കേണ്ടത് ഇവിടെ കൗണ്ടർ സ്റ്റാഫ് ഉണ്ടാവും. കൗണ്ടർ സ്റ്റാഫിനോട് ചോദിക്കുക ഇവിടെ അതായത് കൗണ്ടർ സ്റ്റാഫ് ഇവിടെ കാണില്ല. തിരഞ്ഞു പിടിക്കണം ഇൻഡിഗോൻ്റെ ഏതെങ്കിലും ഒഫീഷ്യൽസ് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്യുക ചോദിക്കുക. അതിപ്പോൾ ഇൻഡിഗോ ആണ് ഫ്ലൈറ്റ്. ഇനി സ്പൈസ് ജെറ്റ് ആണെങ്കിൽ സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ ബാക്കിയുള്ളതാണെങ്കിൽ ചോദിക്കണം വേണം. 32ൻ്റെ മുന്നേ തന്നെയാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ ഇത് മാറും. നമ്മളിവിടെ ചിലപ്പോൾ ഇരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും നമ്മൾ ട്രാവലിൻ്റെ ക്ഷീണം കൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഉള്ള കൗണ്ടർ സ്റ്റാഫിനോട് ഞാൻ ഇപ്പോൾ ഒരു പോലീസുകാരെ ചോദിച്ച് പോയതാണ്. പോലീസുകാരോട് കാര്യങ്ങൾ പറഞ്ഞു. പോലീസുകാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവിടെ കൗണ്ടർ സ്റ്റാഫിനോട് ചോദിക്കാൻ. ഇൻഡിഗോൻ്റെ സ്റ്റാഫാണ് നിൽക്കുന്നുണ്ട് എയറോസ്മാർ. പക്ഷേ ഇവിടെ പെർഫെക്റ്റ്ലി ഇൻഡിഗോൻ്റെ യൂണിഫോം ഇട്ട ആളുകളോട് കാണാൻ അവരോട് ചോദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കാര്യങ്ങൾ ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മൾ 10-15 റുപ്യേൻ്റെ ഒക്കെ ഫ്ലൈറ്റ് ഉണ്ട്, പൈസയും പോകും സമയം പോകും. കണക്ഷൻ ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാൻ ഗോവയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കണം. ആ 2 ഫ്ലൈറ്റും കണക്ഷനാണ്. ആ പൈസ കൊണ്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ. നമ്മൾ കൺഫ്യൂഷനോട് ഇവിടെ എത്തി എയർപോർട്ട് സ്റ്റാഫിനോട് ചോദിക്കുകയാണ് കാര്യങ്ങൾ. വെൽത്ത് ടിക്കറ്റ് കൊടുത്തു. ഓക്കെ ഇനി ഒരു പറഞ്ഞതാണ് കറക്റ്റ്. ബാക്കി നമ്മൾ ചെക്കന്മാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല വേറെ അടുത്തുള്ളവരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞു ചിലപ്പോൾ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയോട് കൂടി. പക്ഷെ പൊട്ട തെറ്റാകാരം ഫ്ലൈറ്റ് അങ്ങോട്ട് പോകും. അങ്ങനെ അനുഭവം ഉണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ തീരുമാനമായി. നമ്മളെ ഫ്ലൈറ്റ് കാര്യങ്ങൾ 32ലാണ് ഗേറ്റ് നമ്പർ. ഓക്കെ അതിനിങ്ങനെ മാറും. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. മാറാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ശ്രീനഗറിൽ നിന്ന് പോന്നപ്പോൾ 30 ചില ആളുകളുണ്ടായിരുന്നു. അതിൽ കുറേ ആളുകൾ ഫ്ലൈറ്റ് അങ്ങോട്ടോട് മാറി. മീൻസ് ഡിലേ ആയതുകൊണ്ട് ഗേറ്റ് നമ്പർ അങ്ങോട്ടോട് മാറി. അപ്പോൾ സൂക്ഷിക്കണം നമ്മൾ പ്രായമായ ആളുകളെ കൊണ്ടൊക്കെ വരുമ്പോഴേ. ഓക്കെ അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കാണിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം. ദേവനഹള്ളിക്ക് ചോദിച്ച് പോകണം. ഓക്കെ അപ്പോൾ നമ്മളിനി നേരെ നല്ല കിതപ്പുണ്ട്. കോണി കയറി നമ്മൾ. പിന്നെ ലോഞ്ച് ഉണ്ട്. ലോഞ്ച് പോവാണ്. ഇപ്പോൾ ഇന്ന് നമ്മളൊരു കാർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു കാർഡ് രണ്ടാമതൊന്നും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഓക്കെ നമ്മൾ ലോഞ്ചിലെത്തി. നമുക്കധികം സമയമല്ല. പക്ഷെ എന്നാലും ലോഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ദിസ് ഈസ് ഫോർ ഇമ്പീരിയൻ. ഓക്കെ
അപ്പോൾ ഇതാണ് നമ്മുടെ നമുക്ക് കിട്ടി രണ്ടാമത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ശ്രീനഗറിൽ നിന്ന് കയറി, ഇപ്പോൾ നമ്മൾ വീണ്ടും ഡൽഹിയിൽ വന്നു. ഓക്കെ, ടെർമിനൽ 2 2 രൂപക്കാണ് നമുക്ക് കംപ്ലീറ്റ് ഈ കാണുന്ന സർവീസ്. അടിപൊളിയാണ്. ഫുഡ് കാര്യങ്ങളെല്ലാം ഇതേപോലെ ക്വസ്റ്റ്യൻസ് സംഭവം 2 മണിക്കൂറിന് 2 രൂപ. ഇത് പിന്നെ കാർഡ് പ്ലാറ്റിനം കാർഡാണ്. ഓക്കെ, പ്ലാറ്റിനം. പിന്നെ ഇത് ക്രെഡിറ്റ് കാർഡാണ്. ഡെബിറ്റ് കാർഡ് വരിക പക്ക സെലക്റ്റഡ് കാർഡുകളാണ്. സെലക്റ്റഡ് വിസ ആൻഡ് രൂപേ തോന്നുന്നുണ്ട് കാർഡുകൾ. വേണ്ട ഫുഡ്, വേണ്ട സംഭവങ്ങൾ, കോഫി, വേണ്ട ഫ്ലേവറിൽ നമുക്ക് തരാം. ഫുഡൊക്കെ ഉണ്ടല്ലേ, അടിപൊളി കിട്ടിലും ഫുഡുകളാണ്. ഓക്കെ, ചിക്കൻ ആക്കണ്, മട്ടൺ ആക്കണ്. പക്ഷെ നമ്മൾ വെറും നട്സുമൊക്കെയാണ് ഇപ്പോൾ പോണത്. കാരണം ഓൾറെഡി നമ്മൾ നല്ലോണം ടയറായിട്ടുണ്ടാവും. ഫുള്ളിവിടെ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സാണ്. നമുക്ക് ഫ്രൂട്ട്സിന് പോകാം. ഐറ്റംസ് നല്ല പോർഷൻ, അതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന സംഭവം ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയാൽ മതി. പിന്നെ മദ്യം വേണമെങ്കിലുണ്ടോ, മദ്യം അവിടെ കൊടുക്കുന്നുണ്ട്. ബിയറ് സംഭവങ്ങൾ ഒക്കെ. ഓക്കെ, ബാറ് സംഭവങ്ങൾ, ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, പൊട്ടിച്ച കള്ളന്മാരിൽ പൊട്ടിച്ച് തന്നു. നമ്മൾ നേക്കാക്കാൻ വേണ്ടി നിൽക്കുന്നു, പക്ഷെ അത് ഫുള്ള് പൊട്ടിച്ച് തന്നു. ഇനിയിപ്പോൾ ഇവിടെ തന്നെ യൂസ് ചെയ്ത് നിർബന്ധമാണ്. ഓക്കെ, കേക്ക് ഐറ്റംസ്, പായസം, അതുപോലെ തന്നെ അടിപൊളി ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ സാധനമുണ്ട്. ഓക്കെ, ഇഷ്ടംപോലെ വെറൈറ്റി ഫുഡുകളുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇതാണത്. ഒന്നാമത് വലിയ വിശപ്പില്ല, ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കയറിയാണ്. നല്ല വിശപ്പുള്ള സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിലല്ലോ. ഓക്കെ, നമ്മളവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിച്ച്. ഈ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ള ആനുകൂല്യങ്ങളാണ്. അതായത് നമ്മളെ ATM കാർഡിൻ്റെ ട്രാൻസാക്ഷൻ അനുസരിച്ച്, അതായത് ഡെബിറ്റ് കാർഡാണെങ്കിലും സെലക്റ്റഡ് ഡെബിറ്റ് കാർഡുകൾക്ക് ഇതേപോലെ അവസരമുണ്ട്, അല്ലെങ്കിൽ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡുകൾക്കൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓരോരുത്തരൊന്നും നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഞാൻ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ബാങ്കിൽ പോയി ചോദിച്ചു നിങ്ങൾ പോകുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ, ഇതേപോലെ ലോഞ്ചൊക്കെ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇനി ഗോവയ്ക്കുള്ള ഫ്ലൈറ്റിന് പോവുകയാണ്. ബാക്കി കാഴ്ചകൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഓരോ തരത്തിലുള്ള ഫുഡ്. പിന്നെ ബീവറേജ് ഞാൻ ചോദിച്ചു. ബീവറേജ് വേണ്ടത് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഇൻ്റർനാഷണൽ ഇതിലുള്ള ആളുകൾക്കാണത് പറ്റുക തോന്നുന്നുണ്ട്. അപ്പോൾ നേരെ എന്ത് ചെയ്യാം, നമ്മൾ ഫുഡ് കഴിച്ച് നേരെ പോവാണ്. ഒരു റിലാക്സിങ് മൂഡ് അതാണ് എൻ്റെ മെയിൻ പർപ്പസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ, അതായത് 3 മണിക്കൂർ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. ഞാൻ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഫ്ലൈറ്റ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നേരെ പോവുകയാണെങ്കിൽ ഇത് ഡൽഹി എയർപോർട്ട് ടെർമിനൽ 2 കേട്ടോ. നമ്മൾ ആദ്യം ശ്രീനഗറിലെ എയർപോർട്ട് നമ്മൾ കഴിച്ച് കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു. ഏറ്റവും നമ്മൾ പോയിൽ ഏറ്റവും ടോപ്പിലേക്ക് ഫീൽ ചെയ്തത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. കിട്ടലും ലോഞ്ചാണ്. ഈ സ്ഥലത്ത് പോയിനനുസരിച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തോ, അഭിപ്രായങ്ങൾ പറയും. ഓക്കെ, നമ്മൾ ഗോവയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടെർമിനൽ 2 നമ്മൾ ലോഞ്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ബോർഡിംഗ് പാസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഡ്രൈവർ സാഹു കൂടെ ഉണ്ട്. ഭയ്യാ ഹായ് बोलो, क्या नाम क्या आपका? क्षेत्रम, कहाँ से? राजस्थान. राजस्थान में कहाँ? अलवर डिस्ट्रिक्ट में. अलवर मुझे पता है, मैं वहाँ पढ़ाई कर रहा हूँ सेंट्रल यूनिवर्सिटी ऑफ राजस्थान में. बांदर सिंदरी पता है? बांदर सिंदरिലാണ് പഠിക്കുന്നുണ്ടോ? അപ്പോൾ ഇന്നിപ്പോഴത്തെ ഫസ്റ്റ് ഇയേഴ്സ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ക്ലാസ്സിൽ വരുന്നത് ഞാൻ വരും ഇൻഷാല്ലാ കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇനി നേരെ ഫ്ലൈറ്റ് കയറി പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റക്കോ ഇനി നമുക്ക് ഫ്ലൈറ്റിന് എന്തുണ്ടെങ്കിലും ഫ്ലൈറ്റ് ഓണാക്കി കാണുന്നുണ്ടോ പോയി. അപ്പോൾ നമ്മൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഇതിന് ഇങ്ങനത്തെ ബസ്സാകുമ്പോൾ ഭയങ്കര തിരക്കുണ്ടാവും. അതായത് ഇത് ഷട്ടിൽ ബസ്സാണ്, അവിടെയുള്ള ബസ്സുണ്ടാവും, അതേപോലത്തെ ബസ്സുകൾ. അപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡ്രൈവർ അടുത്താണെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ക്ഷേത്രം ഭയ്യ, രാജസ്ഥാൻ, अलवर से. हाय बोलो. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകണം. ഓക്കെ, അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഈ ഗോവയിലെത്തും. ചിലപ്പോൾ ഗോവയിൽ നമ്മൾ കുറച്ചു നേരം നൈറ്റ് ലൈഫ് ആണെങ്കിൽ കാണിച്ചാൽ ചിലപ്പോൾ, അല്ലെങ്കിൽ ലക്ഷദ്വീപ് എത്തിയിട്ടോ. ഡൽഹിയിലെ മനോഹരമായ എയർപോർട്ടിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്.
അതിനിടയിൽ ആരോ നമ്മുടെ ഫോണിലേക്ക് വോയേജർ ഗ്രാമിൻ്റെ ട്രിപ്പിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്യട്ടെ കേട്ടോ. ഹായ് പോലോ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ എത്തി. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോവാണ്. ഇതൊക്കെ ഗോവയിലേക്ക് പോകുന്ന ആളുകളാണ്. ഇതൊക്കെ ശരിക്കും നമുക്ക് പാക്കേജ് എടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ ടയേർഡാണ്. നമ്മളതൊക്കെ പാക്കേജ് ചെയ്ത് നമ്മൾ പോരും ആൾക്കാർ. ഇപ്പോൾ നമ്മൾ നേരെ ലക്ഷദ്വീപ് പോവാണ്. ലക്ഷദ്വീപിൻ്റെ അവിടെ നമ്മൾ പരിപാടി തുടങ്ങിയിട്ട് നമ്മൾ B2B കുറേ എടുത്തിട്ടുണ്ട്. നമ്മൾ വോയേജർ ഗ്രാമിൻ്റെ ഗ്രൂപ്പ് ട്രിപ്പ്, ഹൈലൈറ്റ് ട്രിപ്പായിട്ടുള്ള ഗ്രൂപ്പ് ട്രിപ്പ് തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്യുക. അതിൻ്റെ വിശദ വിവരങ്ങൾ 7736-524-326 നമ്മളെ നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാമിൽ പോവുക, വോയേജർ ഗ്രാം സെർച്ച് ചെയ്യലുണ്ട് നമ്മുടെ നമ്പർ. ഓക്കെ, അതായത് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യണം ഇൻഷാ അല്ലാഹ്. അവിടെ എയർ ഹോസ്റ്റസ്മാരുണ്ട്. ഇങ്ങനെ പോകും. നമ്മളെ രണ്ടാമത്തെ ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി 11A ആണ് നമ്മളെ സീറ്റ്. ഓക്കെ, 11A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീറ്റ്. ഓക്കെ, A സീറ്റും Fഉം എന്താണ് എപ്പോഴും ഇവിടുത്തെ തലക്കത്തെ സീറ്റാകാരം. ഓക്കെ, അപ്പോൾ ഫ്ലൈറ്റിൽ ഞാനും കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി ആൾക്കാർ വരാണ്ട്. നമ്മൾ ലഗേജ് ഈ കങ്കാരിക്കുട്ടി നമ്മൾ ഇവിടെ വെക്കും. ഓക്കെ, നമ്മൾ നേരെ ഗോവയ്ക്ക് പോവാണ്. നാളെ രാവിലെ ഗോവയിലെത്തും. ഗോവയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ന് നൈറ്റ് തന്നെ ഗോവയിലെത്തും. ഇന്ന് ഗോവയിൽ സ്റ്റേ ആയിട്ട് നാളെ രാവിലെ ഉടനെ ലക്ഷദ്വീപ് പോകും. ഇനി ബാക്കി ലക്ഷദ്വീപത്തെ കാഴ്ചകളാണ്. ഓക്കെ, എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണോ കിട്ടല്ലേ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് അപ്പോൾ ഫ്ലൈറ്റ് ആണെങ്കിലും 90% ഞാൻ ഫ്ലൈറ്റ് ചെയ്തൊക്കെ എനിക്ക് ഇതേപോലെ സീറ്റിൻ്റെ അടുത്ത് 6 സീറ്റ് കിട്ടിയില്ല. നേരത്തെ കടന്നിറക്കിയാൽ പോയത് ഇതേപോലെ എപ്പോഴും കടന്നിറക്കും. ഓക്കെ, ചെറിയ തൊണ്ടവേദനയും ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ ചെറിയ വെള്ളവും കാര്യം കിട്ടി. ലോഞ്ചിൻ്റെ നമ്മൾ വെള്ളം എടുത്തിരുന്നു. ഓക്കെ, സൗണ്ട് കേൾക്കണം. എന്താ പറയുക, നമ്മൾ മൈക്ക് ചെറിയൊരു പ്രശ്നം പറ്റി. നമ്മൾ മൈക്ക് എടുത്ത് വെച്ചേക്കണം. പക്ഷേ അത് മൈക്കൊക്കെ സെറ്റാവും. പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ഗോവയിലെത്തി കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ബിസിനസ് ക്ലാസ്സിലല്ല, സാധാ ഇതാണ്. ജനറൽ ക്ലാസ് വരാൻ പറ്റില്ല ഫ്ലൈറ്റിൽ. ബിസിനസ് ക്ലാസ് അല്ല, നോർമൽ. നമ്മളിങ്ങനെ കിടക്കുക. ഈ ഫ്ലൈറ്റിൽ കുറേ സീറ്റ് ഒഴിവുണ്ട്. അപ്പോൾ നമ്മൾ ക്യാബിൻ ക്രൂ ആളുകളോട് പറയരുത്, നമ്മൾ ഇരിക്കുന്ന സീറ്റിലെ ഡിസ്കംഫേർട്ട് ആണെങ്കിൽ ഒഴിവുള്ള സീറ്റിലേക്ക് അവർ മാറ്റി തരും. പറഞ്ഞാൽ മതി. എല്ലാ കാര്യങ്ങളും തുറന്ന് ചോദിക്കാം. അതിനൊന്നും മടിയും കൂടരുത്. ഓക്കെ, അപ്പോൾ ഇനി ശരിക്കും ഗോവയിലെത്തിയിട്ട് കാണാം.